കൊടുത്തിട്ട് എന്താ എഴുതണ്ടേന്ന് അറിയോ? ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് വല്ലതും. This is the key to my heart. Oh my god. പ്രിയ ഈ ബട്ടർഫ്ലൈ എടുത്തിട്ടെ ഈ പല കളർ ബട്ടർഫ്ലൈസ് ട്രെൻഡിങ് ആ, എന്നിട്ട് എന്താ പറയണ്ടേന്ന് അറിയോ? യു മേക്ക് മൈ ലൈഫ് കളർഫുൾ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഭയങ്കര ടയേർഡ് ആണെങ്കിലും ഭയങ്കര എനർജിയാണ്. കാരണം ചൈനയിലെ ഗങ്ഷോയുടെ എനർജി നമുക്കും പകരുവാണ്. സോ വി ബിൻ സ്കൗട്ടിങ് ഫോർ ക്ലോത്ത്സ് ഫോർ ദ പാസ്റ്റ് 3 to 4 days. രാവിലെ തൊട്ട് രാത്രി വരെ പോയിട്ട് പിന്നെ രാത്രി ഇന്ന് വ്ളോഗ് എടുത്തത്. ആക്ച്വലി ഒരു 4 hours മാത്രമേ നമുക്ക് ഉറക്കമുള്ളൂ കേട്ടോ. സോ അങ്ങനെയാണ് ഇത്രയും ദിവസം പോകുന്നത്. സ്റ്റിൽ വി ആർ ഓൾ ബ്രിമിങ് വിത്ത് എനർജി. കാരണം ഇന്ന് നമ്മൾ ജ്വല്ലറി സ്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഓൺ ബ്രാൻഡ് ജ്വല്ലറി ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് കുറേ അടിപൊളി കളക്ഷൻസ് അറ്റ് അഫോർഡബിൾ പ്രൈസ്, നല്ല ക്വാളിറ്റി, ആൻറ്റി ടാർണിഷ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത്. സോ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് വരുന്നത്. അത് പക്ഷേ ഇന്ന് പ്രിയ ഷൈനേന്ന് വാങ്ങിയ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. വെരി നൈസ്, വെരി കളർഫുൾ. ഇതൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ എത്തിക്കും. ലുക്കിംഗ് ലൈക്ക് എ വാവ് തന്നെയാണ്. ആണോ? ഓക്കെ. എന്താ ഡാഡി, ഡ്രസ് എങ്ങനെയുണ്ട്? ഡ്രസ്സൊക്കെ നല്ലതാണ്, പക്ഷേ കുറച്ചുകൂടി വാങ്ങിക്കണം. നമുക്ക് നോക്കാം. ഡാഡിക്ക് പ്രിയനെ അഡ്മയർ ചെയ്ത് മതിയാവുന്നില്ല എന്ന്. നല്ല ഡ്രസ്സ് എന്ന്. അതോ ഡാഡി വെറുതെ പറയാണോ പ്രിയ വാങ്ങിയത് കൊണ്ട്? ഭയങ്കര ഭംഗി കാണാൻ. ഓ, അതല്ല, എല്ലാരും ഇഷ്ടപ്പെടുന്ന ഡാഡിക്ക് വെൽ ഡ്രസ്സിങ് ഭയങ്കര ഇമ്പോർട്ടന്റാ. മമ്മി ഡ്രസ്സ് കൊള്ളാവോ ഇല്ലയോ? നല്ലതാണോ? ഓക്കെ. അപ്പൊ ഇന്ന് ജ്വല്ലറി അമ്മയും മോളും കൂടെ പൊളിച്ച് അടുക്കണം. അമ്മയുടെ ഡ്രസ്സ് മലേഷ്യനാണ്. ഞങ്ങളുടെ ഒരു ഹാപ്പി സ്റ്റോന്റെ ആണോ? മമ്മി ഒറ്റയ്ക്ക് വാങ്ങിയതോ? ആ, അപ്പൊ നമ്മുടെ കളക്ഷനാന്ന് പറ. ആ, എല്ലാവരുടെയും മുഖത്ത് ഇപ്പൊ ഒരു തെളിച്ചം കാണും കേട്ടാ. മമ്മിക്ക് ഇതുവരെ ചൈനയിൽ വന്നിട്ട് ഇത്രയും തെളിച്ചം ഇല്ലായിരുന്നു മുഖത്ത്. നിങ്ങൾ ഇരുട്ടായി പോയി. ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ആ ചിരി മനസ്സിലാവുള്ളൂ. ഓ ഓ, നോക്ക്, ബ്ലൂ മുത്തുകളുടെ മാത്രം ഒരു കട. ബ്ലൂ മാത്രം. ഈ ഭംഗിയൊക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടല്ലോ. ഇത് ഏത് ഫ്ലോറിൽ നിന്ന് എന്താണ് സാധനം ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ഫ്ലോറിൽ മുത്തിൻ്റെ ആണ്, അത് മനസ്സിലായി. ഒരു ഫ്ലോർ മൊത്തം അങ്ങനെ പല ഫ്ലോറും ഉണ്ട്. സിൽവർ കൂടുതൽ ഇവിടെ എനിക്ക് സിൽവർ ജ്വല്ലറീസ് ആണെന്ന് തോന്നുന്നു കേട്ടാ. ഗോൾഡ് അല്ല, റിയൽ ഗോൾഡ് ഇല്ല. ആ, ഉണ്ടോ? അതേ ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ അംഗം തുടങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇത് ഫോണിലേ പറ്റുള്ളൂ, കാരണം എല്ലാം ക്ലോസ് അപ്പ് എടുക്കണ്ടേ. അടിപൊളി. ഇത് മമ്മിയുടെ സെലക്ഷൻ. എടുക്കോ ഇല്ലയോ? മമ്മി അറിയാം, മമ്മി സെലക്ട് ചെയ്ത പ്രിയ എടുക്കില്ല. അതുകൊണ്ട് മമ്മി ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. നോക്ക് എങ്ങനെയുണ്ടോ മമ്മി? സൂപ്പറാണോ? 10 എടുത്ത 10 വിറ്റുവോ? പ്രിയയുടെ ഒരു പുച്ഛ ഭാവം ഞാൻ കണ്ടു മമ്മി ഇത് എടുത്തു കൊടുത്തപ്പോ. മമ്മി ഇടല്ലേന്ന് മമ്മി പ്രിയനെ. അമ്മയും മോളായിട്ടുള്ള അടിയായിരിക്കും. മമ്മി പറഞ്ഞു ഇത് ഏഷ്യ ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു, എല്ലാവർക്കും വേണ്ടേ. അതെ, ഡ്രസ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും വന്നിങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റിൽ വന്ന് ഇൻഡിവിജ്വലി പിക്ക് ചെയ്യുന്നത് കോസ്റ്റ് കൂട്ടും, ഇഫേർട്ടും കൂട്ടും. ആ സമയത്ത് നല്ല കളക്ഷൻസും നമുക്ക് ഫിസിക്കലി നമുക്ക് ക്വാളിറ്റിയും വെരിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ പ്ലസും ഉണ്ട് മൈനസസും ഉണ്ട് അല്ലേ. എല്ലാം ചെയ്യണല്ലോ. ആണ് ഏറ്റവും കൂടുതൽ എഫേർട്ട്. മനസ്സിലായോ? വന്ന് ഹാൻഡ് പിക്ക് ചെയ്ത് ഏറ്റവും ഇഷ്ടമുള്ള നല്ല സാധനങ്ങൾ നോക്കി മാത്രം നമ്മൾ ചെയ്യുമ്പോൾ ആണ് കോസ്റ്റ് ഇത്രയും കൂടി. അതുപോലെ തന്നെ നമുക്ക് ടൈമും എഫേർട്ടും ഒക്കെ അല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആട്ടോ. അത് നിങ്ങൾ ശരിക്കും അത് വന്നു കഴിയുമ്പോൾ കണ്ട പ്രിയക്ക് ഫുൾ കൺഫ്യൂഷൻ. ഇത് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ, ആ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ പല കൺഫ്യൂഷൻ ആണ്. കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇതില്
ഈ സ്റ്റോൺസ് ഇല്ലാത്തതാ കാണുക. പക്ഷെ ഇതിന്റെ പ്രത്യേകത സ്റ്റോൺസും ഉണ്ട്. അതൊക്കെ നോക്കട്ടെ ആദ്യമേ. ഓക്കെ, ഒന്ന് മമ്മിയുടെ സെലക്ഷൻസ് നോക്കട്ടെ. ഇതൊന്ന്, രണ്ട്. ഓ, എല്ലാം കുറച്ച് തിളക്കം കൂടുതലാണല്ലോ. ഇത് കുറച്ച് യങ് പാറ്റേൺ ആണല്ലോ. ഇത് ഒരെണ്ണത്തിന് ഇതുള്ളോ? അത് കൊള്ളാലോ. ഓക്കെ, പിന്നെ ഓ നൈസ്. ഓക്കെ, അത് ഓക്കെ. റെഡ്. ഓക്കെ 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 ഓക്കെ. ഓ, ഇത് ഫ്ലാഷിന്റെ. നോക്ക് വേദു, ഫ്ലാഷിന്റെ കമ്മല് നോക്ക് വേദു. എടാ ഇത് നോക്ക്, ഫ്ലാഷിന്റെ കമ്മല്. വേദുവിന് ഇട്ട് തരാപ്പ. ഇല്ല. പിന്നെ കൊള്ളാം. മിക്കവാറും പ്രിയക്ക് കുറെയൊക്കെ ഇഷ്ടപ്പെടും മമ്മി. അത്രേ ഉള്ളൂ. ഓക്കെ, ഓ ഇതും ഇങ്ങനെ ഒരെണ്ണം തൂങ്ങി ഒരെണ്ണം സ്റ്റഡ് പോലെയാ. ഓ, ഇത് എന്റെയും പ്രിയയുടെയും ലവ് പോലെ ഉണ്ട് മമ്മി. അതെ, ലവ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഓടി വന്നിരിക്കുവാ. ഇതേ കാണിച്ചു കൊടുക്ക്. ഇതേ അപ്പയും അമ്മയും ലവ് ചെയ്യുന്ന പോലെ ഇല്ലേ? ആ, ഒരു ഹാപ്പി ഫാമിലി മാതിരി ഉണ്ടത്. മമ്മി ഇങ്ങനത്തെ കുറെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം സ്റ്റഡ്, ഒരെണ്ണം സ്റ്റാറും. ഇതെല്ലാം 1 വർഷം വാറണ്ടി ഉണ്ടെന്ന്. കളർ ഫീഡിങ് 6 മാസം അല്ല. നമുക്കും കൊടുക്കാം. എന്ത് കളർ പോവില്ല, കളർ പോയാലാ പറഞ്ഞേ. ഫ്ലാഷ് കമ്മലുണ്ടോ? ഓക്കെ. എന്തായി? 1.5 മണിക്കൂർ ആയല്ലോ. പൊളിയാണോ? ആ, പൊളിയാണോന്ന് സാധനം. ഇതിന്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടാടാ ഗ്ലിറ്റർ. ഇനി തൊട്ടേ ജ്വല്ലറി ഷോപ്പിംഗ് വരുമ്പോ കൂളിംഗ് ഗ്ലാസ് വെക്കുക. അപ്പൊ കളറും അറിയില്ല. ഇതൊക്കെ മമ്മി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സാധനങ്ങളാ. ഇവിടെ വലിയ വഴക്ക് വരെ വന്നു. ആണോ? അടിയായാ? അടിയും കുത്തുവായാ? എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇവരൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പ്രിയ എന്ത് വഴക്കുറങ്ങും. ആണല്ലേ? ഞാൻ കൊടുക്കാം മമ്മി പ്രിയക്ക്. എന്താ പ്രിയ അഹങ്കാരം ഈയിടെ ആയിട്ട്? മമ്മി എടുത്ത് ഒന്നും സെലക്ട് ചെയ്തില്ല അന്ന്. മമ്മി എടുത്തത് മമ്മി ഇതിന്റെ അകത്ത് കൊണ്ടുപോയിട്ടു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇടലേ, ഇത് ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്ത് മാറ്റി മമ്മിയുടെ ഓരോന്ന് എനിക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. തെറ്റാണോ? അതല്ല ചെയ്തത്. ഞാൻ നല്ല ഭംഗിയുള്ള ദില്ല് പറഞ്ഞില്ലേ, ലവ് ഹാർട്ട്, അതൊക്കെ ഇതിനകത്ത് എടുത്തിട്ടു. പക്ഷെ അത് വില കൂടുതലാണ്, അത് പറഞ്ഞാ പോരെ. അതിന്റെ പ്രൈസിങ് നമുക്ക് GST ഇതെല്ലാം നോക്കി ആ കാൽക്കുലേഷനിൽ വരും. അതിന് ഞാൻ ജ്വല്ലറീസ് ഇത് ഇവരുടെ ഏറ്റവും ചെറിയ ഷോറൂമാണ് പ്രിയ. വേറെ അപ്പുറത്ത് എന്തോ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന്, അതില് ഒരു ഫുൾ ഫ്ലോർ, ഇതുപോലത്തെ ഒരു ഫുൾ ഫ്ലോർ അവരുടെയാണ്. അത്രയും വലിയൊരു ഫാക്ടറി ഇത്. നല്ല കളക്ഷൻസ് അല്ലേ? വേണ്ട, നമുക്ക് നമ്മുടെ ഷോപ്പിൽ നല്ല കിടില സാധനങ്ങൾ കൊടുക്കുക. 1 ഇയർ വാറണ്ടി വെച്ച്, കളർ ഫീഡിങ് വാറണ്ടി. ഇവർ അതിൽ കൂടുതൽ പറയുന്നത്, പക്ഷെ നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കംപ്ലൈന്റ്സ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് വരാം. മനസ്സിലായി. കഴിഞ്ഞ തവണ വന്നത് അത്. കഴിഞ്ഞ തവണ നമ്മൾ അധികം ഒന്നും വാങ്ങിയില്ലല്ലോ. എക്സിബിഷന് വേണ്ടി അല്ലേ? നമ്മുടെ എക്സിബിഷന് വേണ്ടി വാങ്ങിയത്. ഇൻസ്റ്റേഴ്സിന് എന്താ ഇത്രയും താല്പര്യം? എമിലിനെ എനിക്ക് അറിയത്തില്ല. എമിലിൻ പാരീസ് പറഞ്ഞ TV ഷോ അറിയാം. അതിന്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. എന്താ വെച്ചാ തിരിച്ചു എമിലിനെ എടുത്തോണ്ട് വരുന്നു. ട്രെൻഡിങ് സാധനങ്ങള് ഇങ്ങനത്തെ പേളും ഗോൾഡും കൂടെ മിക്സാ. റോസ് ഗോൾഡ്, പേള്. ഞാൻ കുറെ പേരുടെ കൈ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ പേളും ഇതും കൂടെ മിക്സ് ആയിട്ടുള്ള ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നുള്ള പരിപാടി അല്ലേ? പിന്നെ ഇതൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്താലേ എനിക്ക് ഷോപ്പിൽ അങ്ങനെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ വിധത്തിൽ എപ്പോഴും ഞാൻ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെച്ചു തമാശ വീഡിയോ കാണും അത് എന്നെ പോലെ. പിന്നെ പട്ടി ഡാൻസ് ചെയ്യുന്നത്, ആന കുളിക്കുന്നത്, സ്ട്രെസ് വരുമ്പോ ഇതൊക്കെ കാണാനാ ഇഷ്ടം. പട്ടിയുടെ ഡാൻസ്, ആനയുടെ ഡാൻസ്, കുറെ കോമഡി. മറ്റേ ഗോകുലല്ലേ, ഗോകുൽ RJ ഗോകുൽ, ഗോകുലിന്റെ വീഡിയോസ് എനിക്കൊരു സ്ട്രെസ് ബസ്റ്ററാണ്. സത്യം പറയാലോ, ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ആ വീഡിയോസ് ഞാൻ ഇന്ദ്രേട്ടനും ആനൂരും എല്ലാവർക്കും ഞാൻ ഫോർവേഡും ചെയ്യും.
എന്തൊരു ഇൻട്രിക്കേറ്റ് വർക്ക് അല്ലേ? താക്കോൽ എനിക്ക് മനസ്സിലാവുന്നില്ല അവർ എങ്ങനെയാണ് താക്കോലാന്ന് മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവുന്നുണ്ട്. മറ്റേ ഒരു ഇംഗ്ലീഷ് റോയൽ താക്കോലൊക്കെ ഇല്ലേ, അതുപോലെ. ദേ, ഇത് കൊടുത്തിട്ട് എന്താ എഴുതണ്ടേന്ന് അറിയോ? ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന് വല്ലതും. This is the key to my heart. Oh my god. ദേ പ്രിയ, ഈ ബട്ടർഫ്ലൈ എടുത്തിട്ടെ, ഈ പല കളർ ബട്ടർഫ്ലൈസ് ട്രെൻഡിങ് ആ, എന്നിട്ട് എന്താ പറയണ്ടേന്ന് അറിയോ? യു മേക്ക് മൈ ലൈഫ് കളർഫുൾ. അടിപൊളിയല്ലേ? I want to fly like a butterfly from your life എന്ന് പറയണ്ടേ? I want to fly away എന്ന്. Fly away from your life like a butterfly. എന്നോടേ ഒരു 3-4 പെൺകുട്ടികൾ പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ എക്സിബിഷൻ ഷോപ്പിലും കണ്ടു വന്നാ ആ കറങ്ങുന്ന റിങ്ങിന്റെ ഒരു 3-4 പാറ്റേൺ ഉണ്ട്. ഇപ്പൊ പറയാൻ പറ്റില്ല, കാണുന്നില്ലോ. കഴിഞ്ഞ ഔട്ട് ഓഫ് ഫാഷൻ ആയോ അത് ഇവിടെ? ഞാൻ വന്നപ്പോ അത് ആദ്യം നോക്കി, കാണുന്നില്ല കറങ്ങണ റിങ്. അത് പ്രത്യേകം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്റെ പല പാറ്റേൺ കിട്ടിപ്പോയി പറയാ, കിട്ടിപ്പോയി. ആ കറങ്ങട്ടെ അങ്ങോട്ട്, എന്നെ കറക്കിയെടുത്ത പോലെ കറങ്ങട്ടെ. കൊള്ളാം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഡിസൈൻ, 2 എണ്ണം ഉണ്ടെന്ന്. ആ ഇതൊക്കെ കൊള്ളാം കേട്ടോ പ്രിയ. ബട്ടർഫ്ലൈ ഇത് മിക്കതും അഡ്ജസ്റ്റബിൾ ആണ് അല്ലേ? സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രിയയുടെ 4XL സൈസ് വരെ ഉണ്ട് ഇവിടെ. ഈ കറങ്ങണ റിങ് ഞാൻ കൂടെ മാറ്റി വെച്ചില്ല, എനിക്ക് എടുക്കാലോ, ഇനി ഇത്തവണ എടുക്കാലോ. പ്രിയയുടെ കണ്ണി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഡയമണ്ടിന്റെ ഷൈനിങ് ഉണ്ട്. ഇത് ഇനി ഈ ലൈറ്റിനടിയിലാണോന്ന് അറിയില്ല, നിങ്ങൾക്ക് ഫോണിൽ കണ്ടാലും ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ നേരിട്ടൊന്നും കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഗ്ലിറ്ററിങ് ആണെന്നറിയോ, എന്തൊരു ഫിനിഷാ. ഞാൻ ഇത് നോക്കട്ടെ. പക്ഷെ ഇതൊക്കെ വാങ്ങിക്കൊടുത്താൽ മതിയായിരുന്നു പ്രപ്പോസൽ ടൈമിനും കല്യാണ സമയത്തൊക്കെ. എന്നെ പ്രപ്പോസ് ചെയ്തപ്പോ എല്ലാവർക്കും അറിയാം സത്യാവസ്ഥ. സത്യമാണ് ഗൈസ്. എന്നെ ഡാൻസ് ക്ലാസ് വെച്ച് പ്രപ്പോസ് ചെയ്ത പ്രിയ. അങ്ങനെയൊന്നും ഇല്ല. Can I have your number എന്നൊക്കെ ചോദിച്ചു വന്നു. ആ അതാ സത്യമായിട്ടും. ഓ പിന്നെ ഞാൻ പെണ്ണുങ്ങളുടെ നമ്പറും ചോദിക്കാറില്ല. ഇത് വ്യൂള്ളി. ജ്വല്ലറി ബ്ലോഗില് ബാക്കി കുറെ പരദൂഷണം വന്നു, ജ്വല്ലറി ഒഴികെ. കുറെ ടൈപ്പ് ഞങ്ങള് കമ്മലും മാലകളും ഒക്കെ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക്. അഫോർഡബിൾ ആയിട്ട്, അതുപോലെ തന്നെ വിത്ത് വാറന്റി ആയിരിക്കും നമ്മൾ സെല് ചെയ്യുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ പ്രിയനെ കോണ്ടാക്ട് ചെയ്താൽ മതി, എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ട്രസ്റ്റ് ആണല്ലോ എല്ലാം. ആ കൊള്ളാലോ, നോക്കട്ടെ. നൈസ്. എന്തൊരു നോക്കല്ലേ പ്രിയ. ഹാപ്പി കളേഴ്സ് കണ്ടപ്പോ അല്ലേ? ചെവിയിൽ ഓൾറെഡി അതാ കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. കഴിഞ്ഞ തവണത്തെ മെയിൻ ഉദ്ദേശം നമ്മൾ കുറെ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്തു. കുറെ പേർക്ക് വാങ്ങിയവരോട് അഭിപ്രായം ചോദിച്ചു, ആരും ഒരു കംപ്ലൈന്റും പറഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടെ ഇത്തവണ കൊണ്ടുവരാൻ പറ്റുന്നത്. എടുക്കാം, അങ്ങനെ എടുക്കണ്ട കേട്ടോ. പക്ഷെ കണ്ടപ്പോ ഞാൻ എടുക്കാൻ പറഞ്ഞ പ്രിയ, പക്ഷെ ഇതൊന്നും ആരും ഇടില്ലാന്ന്. മെക്ഡോണൽഡ്സിന്റെ കൊക്കക്കോള ഒരു കാതില്, ബർഗർ അല്ല ഫ്രഞ്ച് ഫ്രൈസ് ഒരു കാതില്. കാണിച്ചു തരാം. ഓ തുണിയുടെ ആണോ? എന്ത് രസം പ്രിയത്. തുണിയുടെ വർക്കും അതുപോലെ തന്നെ. പക്ഷെ കീറിപ്പും കേട്ടോ, ഡെലിക്കറ്റ് ആണിത്, സൂക്ഷിക്കണം. ബ്യൂട്ടിഫുൾ. ആ ഒരു നമ്മുടെ ഒരു പ്ലെയിൻ ഡ്രസ്സൊക്കെ ഇട്ടാലും ഇത് ഇട്ട് പോയാൽ നല്ല രസമായിരിക്കില്ലേ? എടുക്കണം അല്ലേ? എന്തായിരുന്നു അത്? 8 പീസാണെന്നാണ് ചോദിച്ചേ. ആ 8 എഴുതിയിരിക്കുന്നത് എന്താന്നാ? അത് 8 അല്ല, ഇൻഫിനിറ്റാ. അല്ല 8 ഇത്. ആ ഇങ്ങനെ പിടിച്ച 8 ആണ് കേട്ടോ. അത് ഇങ്ങനെ നോക്കിയിട്ട് ഇൻഫിനിറ്റ് പ്രിയ. എന്നാ ലെറ്റ് അവർ ലവ് ബി ഇൻഫിനിറ്റ്. ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഇതൊക്കെ എഴുതി കൊടുത്താ മതി. എടുത്തോ, ഒരു ഇൻഫിനിറ്റ് എടുത്തോ, അത് എഴുതി തരാം. എന്റെ ഹാൻഡ് റൈറ്റിംഗ് പിന്നെ എന്ത് എഴുതിയാലും ഒന്നും പോലെ ആയിരിക്കുമല്ലോ കേട്ടാ. ലോക്ക് ഇട്ട് പൂട്ടാം. ഒരാൾക്ക് ഈ ലോക്കും കൊടുക്കാം, മറ്റേ പെണ്ണിനെ കീയും കൊടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ. എന്തോരം കഴിഞ്ഞ തവണ വന്നപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. 6 മാസം പോലും ആയിട്ടില്ല നമ്മള് വന്നിട്ട്. ഇത് ഫുൾ വേറെ. ആ പഴയ സാധനങ്ങൾ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടില്ല. അതേ കാർട്ടിയറിന്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടല്ലോ പ്രിയ.
ആ ടൈപ്പ് അത് ഇപ്പോഴും ട്രെൻഡ് തന്നെ. കാർത്തിയാനി പോയി കഴിക്കണം. അവിടെ പുതിയ മറ്റേ സീ ഫുഡ് ബിരിയാണി വന്നിട്ടുണ്ട്. മാസായി ചോറും സാമ്പാറും കഴിച്ചിട്ട്. റെഡിയാക്കാം. നേരെ ചെന്ന് കാർത്തിയാനി അല്ലേ. ഇവിടുത്തെ അമ്മൂമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെ അല്ലേ. ഇതാണോ അത്? ഏകദേശം ഇതാ കൊള്ളാലോ. വള എന്തേ ഇതിനെ പറ്റി മമ്മി പറയും. വളനെ പറ്റി മമ്മിയോട് എത്ര പേര് ചോദിച്ചു എന്നുള്ള കാര്യം പറ. കൊറേ പേര് ചോദിച്ചു എന്നോട്. സ്റ്റോക്ക് ഇല്ലായിരുന്നു. എവിടെന്നാന്ന് പറ. നമ്മളിവിടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. മിണ്ടാണ്ടിരുന്ന എറണാകുളത്ത് ഒരു ഹാപ്പി സ്റ്റോറില് ഞങ്ങൾ ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വളയാണ്. മമ്മി ഇതിപ്പോ എല്ലാ ദിവസവും ഇത് ഇട്ടാണ് കിടക്കുന്നത്, കുളിക്കുന്നത്, കഴിക്കുന്നത്. കളറൊന്നും പോയിട്ടില്ല. ഇല്ല. ഗ്യാരണ്ടി. എത്ര ആളായി? 3 മാസം 4 മാസമായില്ലേ മമ്മി? ക്ലബിലെ ലേഡീസ് ചോദിച്ചു, കാണുന്നവരൊക്കെ മമ്മീനല്ല നോക്കുന്നേ, വളയല്ല നോക്കുന്നേ. മമ്മി ഇവിടെ എടുത്തു സയന്റിസ്റ്റ് കറക്റ്റ് സൈസ് ഒക്കെ നോക്കി. പക്ഷെ എന്റെ കൈക്ക് ഭയങ്കര വലിയ വളവാണ്. വലിയ വേണോ? അതപ്പോ എടുക്കണ്ട. ഞാൻ മമ്മിയുടെ കൈ നോക്കി അതാണ് കറക്റ്റ് സൈസ്. നോക്കട്ടെ. തിക്ക് ഗോൾഡ്. ഡാഡിക്ക് ഒരു മോതിരം വേണം എന്ന് പറഞ്ഞ് കൊറേ നേരം നടക്കുന്നു. ഡാഡിക്ക് മോതിരം വേണ്ടേ? അമ്മോ, മറ്റേ ആവേശത്തിലെ ഫസിൽ മാറിക്കുമല്ലോ. ഇത് ഭയങ്കര വലുതാ ഡാഡി. അല്ല ഇത് കറക്റ്റ് അല്ലെങ്കിൽ ഊരാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് അടിക്ക് കിട്ടി. ഓ ചെട്ടിയാർ സ്റ്റൈൽ എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുവാണ്. ഇതുപോലെ ഫുൾ കാതിലിടുന്ന പോലത്തെ സ്റ്റഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല കമ്മലെടുത്തിട്ടുണ്ട്. മാല, മോതിരം, ബ്രേസ്ലെറ്റ്സ് എല്ലാം ഇല്ലേ. ഒരു സാധനം മിസ്സായി, ഹെയർ ക്ലിപ്സ്. സമയം കിട്ടിയില്ല. അതിന്റെ വലിയ ഗോഡൗൺ ഉണ്ട് ഇവിടെ. സമയം നോക്കട്ടെ, നമ്മൾ പോവല്ലേ നാളെ. ഇതൊക്കെ ശരിക്കും പൂക്കൾ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ദൂരെ നോക്കിയ ഡ്രൈഡ് ഫ്ലവേഴ്സ് പോലെ ഇരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഇങ്ങനത്തെ തന്നെ വേറൊരു പാറ്റേൺ എടുത്തത് അല്ലേ? എടുത്തിട്ടുണ്ട് നമ്മള്. അപ്പുറത്തുണ്ട്. ഇതൊക്കെ കൊള്ളാവോ? ക്യാൻഡി അങ്ങനെ എടുത്തിട്ടില്ല. നല്ലത് കളർഫുൾ ആയിട്ട്. നല്ല ഭംഗിയല്ലേ? ഇത് നോക്ക്. താറാവും ഗോസ്റ്റും കൊള്ളാം കേട്ടോ. യുണീക്കാണ്. ഇപ്പം ആ ഒരു യങ് ക്രൗഡിനൊക്കെ ഇഷ്ടപ്പെടും കളർഫുൾ ഡ്രസ്സിലൂടെ ഒക്കെ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ കണക്കിന് മറ്റേ മെയിൻ ജ്വല്ലറി മാർക്കറ്റിൽ പോയി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലേ? വെറുതെ വലുതി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഒന്നും വാങ്ങാനും പറ്റില്ല, സെലക്ഷനും നടക്കില്ല, കൺഫ്യൂഷൻ ആയിപ്പോ. ഇതാകുമ്പോ ഉള്ളേല് എന്താ അതാ ബെസ്റ്റ് നോക്കി എടുക്കാമല്ലോ. എന്നിട്ട് തന്നെ ഇത്രയും ഷോപ്പ്. മേളത്തെ ഫ്ലോറിലേക്കൊന്നും പോയിട്ടില്ല, അടിയിലും പോയിട്ടില്ല. അതെ കാണിച്ചു തരാം. അടിയിൽ ഇനി കുറെ ഉണ്ട്. അങ്ങനെ തന്നെ ആ എൻഡ് വരെ ഉണ്ട്. അതുപോലെ തന്നെ മേളിലുണ്ട്. അടച്ചുമെല്ലാം അതിന്റെ മേളിലും ഉണ്ട്. കാർട്ടിയറിന്റെ ഉണ്ട്, ടിഫിനിയുടെ ഉണ്ട്. വളരെ എല്ലാവരുടെയും കയ്യിൽ ഈ സാധനം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അല്ലേ? ആൻഡ് ഇതിലും അവര് പറഞ്ഞില്ല എത്രയാ 6 months ഉണ്ടെന്നല്ലേ? കളർ ഗ്യാരണ്ടി ഫെയ്ഡ്. എന്തായാലും എടുക്കാം. ഇതൊക്കെ നമ്മുടെ കൊച്ചിയിലും കാലിക്കട്ട് എക്സിബിഷനിലും കൊച്ചിയിലും OHF സ്റ്റോറിലൊക്കെ ഉടനെ വരുന്നതായിരിക്കും. വന്നുടനെ ഒരു വീഡിയോ നമ്മൾ എല്ലാ കളക്ഷൻസിന്റെയും ചെയ്യണം കേട്ടാ. ഫൈനലായിട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് അത് കൊള്ളാം. അത് നല്ല പറയാം. അത് എടുത്തോ. ഇത് നമ്മുടെ നമ്മള് മറ്റേ ഏതിന്റെ ആയിരുന്നു? ഫോസിലോ അങ്ങനെ ഏതോ കമ്പനിയുടെ ഒക്കെ കണ്ടിട്ടുണ്ട്. വാച്ച് റിംഗ് അല്ലേ? ഇത് ഞാൻ ആദ്യമായിട്ട് 10 വർഷം മുന്നേ ഈ സാധനം കണ്ടു. ആരുടെ കയ്യില്? പ്രിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവ. പാരീസിൽ വന്നപ്പോ വാങ്ങിച്ചത്. ഓ വാച്ചിന്റെ റിംഗ് കൊള്ളാലോ. സമയം നോക്കണെങ്കിൽ അതെ വാച്ച് വേണ്ട. പഴയ സാധനമാണ് എന്നാലും അത് വരെ ഇവിടെ ഉണ്ട്. സ്കെൽട്ടന്റെ റിംഗ് നോക്ക്. അത് വേണം വേദന വാങ്ങിച്ചു കൊടുക്കാം. അത് വലുതാ. വേദന റിംഗ് വേണം, കമ്മല് വേണം, മാല വേണം. ഒരു ക്രാക്ക് ജാക്ക് ഇതിന്റെ ഇടയിൽ കിടന്ന് എന്താ കാണിക്കുന്നത് നോക്ക്. ഞാൻ അവിടെ പോയി കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിക്കും. എന്നെ വിളിച്ചോണ്ട് വരും, എന്നിട്ട് കാണിക്കും. ഓ എന്ത് ചെയ്യുന്ന പറ. എനിക്ക് എന്നെ തന്നെ കൊണ്ട് തോറ്റു. മതി എല്ലാരും കണ്ട് കയ്യിലുള്ളത്. ഇത്രയും നേരം നിന്നിട്ട് എനിക്ക് വേണ്ടി എടുത്തതോ ഞാനും. സൂപ്പർ ആയിട്ടോ. ഇത് എടുത്ത ശരിക്കും ഒരു വേറെ 5 എണ്ണം കൂടെ എടുക്ക്. കാര്യം കാണിച്ചു. ഇത് കണ്ട
സൂര്യനും ചന്ദ്രനും. ഇങ്ങോട്ട്. ഇത് നോക്ക്, ഓ നൈസ്. ഇത് നോക്ക്, വിത്ത് ഈവളെ ഓ ഭംഗിയില്ലേ? ഇതൊരു ടർക്കിഷ് മോഡൽ പോലെ ഉണ്ടല്ലോ. സ്റ്റാറും മൂണും നല്ല ഭംഗിയില്ലേ? അത് നല്ല കേട്ടാ, അതെടുത്തോ. ഇവിളയും കൂടെ വരുന്നല്ലേ. സ്റ്റോക്ക് ഉണ്ടോന്ന് ചോദിക്കാം. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം അടച്ചു കേട്ടെ, എല്ലാം അടച്ചു പൂട്ടി. ഫൈനലി ഇറങ്ങുന്നതിന് മുമ്പ് വേദുവിന് ഒരു റിങ് എടുത്തോളെ. പ്രിയക്ക് ഒരു 5-6 മാലയും കമ്മലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അത് വേറെ പെർഫെക്റ്റ് ആണോ? അപ്പൊ അത് മതി. ബാ ബാ നോക്കട്ടെ എന്ത് റിങ്ങാന്ന്. എടാ അത് കുറച്ച് വലുതാ, അത് ഊരിപ്പോവും. വേറെ നോക്ക്.